ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വല്യമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തലയെക്കെട്ട് എന്ന് പറയും. പണ്ടേ ഉണ്ടാക്കി വരുന്നൊരു സംഗതിയാണത്. ഇതിന് ഞാനിതാ ഒരു 3 വലിയ ടേബിൾ സ്പൂണിന് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എള്ളും ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാ സ്ഥലത്തും കരിഞ്ജീരകവും ഉപ്പും എള്ളും ചേരണം. അതിനാണിത് ഞാനിങ്ങനെ മിക്സാക്കി എടുക്കുന്നത്. ഇത് പിന്നെ നല്ലൊരു ടേസ്റ്റുള്ളൊരു പലഹാരമാണ്, 4 മണി പലഹാരം. നല്ലൊരു ടേസ്റ്റാണിത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ. അതിന് ഞാനൊരു കപ്പ് വെള്ളം എടുത്ത് വെച്ച് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നാക്കി കുഴച്ചെടുക്കും. ഇത് നന്നാക്കി കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ നന്നാക്കി കുഴച്ചെടുക്കണം. എള്ളും കരിഞ്ജീരവും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കരിഞ്ജീരം ഉള്ളെങ്കിലും ഉള്ളെങ്കിലും എന്തെങ്കിലും ഒന്നിട്ടാലും മതി. ഇതിൽ കോഴിമുട്ട കൂട്ടുന്നതിനും കുഴപ്പമില്ല. കോഴിമുട്ടയ്ക്ക് ഒരു കാര്യം, 1 കിലോ പൊടിക്ക് ഒരു കോഴിമുട്ടയൊക്കെ കൂട്ടാവും. കുറഞ്ഞ പൊടിക്കൊന്നും കോഴിമുട്ട കൂട്ടിയാൽ വേഗം ചുവന്ന് പോവും. പൊരിക്കുമ്പോൾ പിന്നെ ശരിയായി കിട്ടൂല. അതുകൊണ്ടാണ് പദവും വന്നു പോവും. അതിനാണ് കോഴിമുട്ട കൂട്ടാത്തത്. കോഴിമുട്ട കൂട്ടിയില്ലേ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് തിന്നാൻ. ഇനി നന്നാക്കി കുഴച്ച് ഉരുട്ടിയെടുക്കണം. എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ല കട്ടിയിൽ കുഴച്ചെടുക്കണം. ഇത് അയഞ്ഞു പോകരുത്. അയഞ്ഞു പോയാൽ നമുക്ക് പരത്താനൊന്നും കഴിയൂല. നല്ല കട്ടി കുഴച്ചെടുക്കണം. ഞാനിതിപ്പോൾ നന്നാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇനി ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അരിപ്പൊടീൻ്റെ അകത്തേക്ക് നമുക്ക് 1 സ്പൂണ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒന്ന് ഇട്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം. വെറും അരിപ്പൊടി മാത്രം ഇട്ടാൽ പോരെ, രണ്ടും കൂടി ഇട്ട് മിക്സാക്കി എടുത്തിട്ടാണ് അതിട്ടിട്ടാണ് പരത്തി എടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് നന്നാക്കി ഉരുട്ടിയെടുക്കണം. ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കണം. പൂരിൻ്റെ മാവ് ഉരുട്ടിയെടുക്കും പോലത്തെ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. പണ്ടേ ഉണ്ടാക്കുന്നതാണിത്. പണ്ടൊക്കെ കല്യാണപ്പുരയിലൊക്കെ ഉണ്ടാകുകയാണിത്. ഇപ്പോൾ ഇവിടെയില്ല. നമ്മൾ കൊയിലാണ്ടിക്കാർക്ക് ഇത് പ്രധാനപ്പെട്ടൊരു പലഹാരമാണിത്. എല്ലാ കല്യാണപ്പുരയിലും 6-ാം നമ്പറിൻ്റെ ഒപ്പരം തലയെക്കെട്ട് ഉണ്ടാകുകയും ഇപ്പോൾ ഇവിടെ ഇത് കണ്ടു വരുന്നില്ല. നമ്മൾ കൊയിലാണ്ടിക്കാർ പ്രധാനപ്പെട്ട ഒരു പലഹാരമായിരുന്നു ഇത് പണ്ടൊക്കെ. ഇപ്പോഴിത് ആരും ഉണ്ടാക്കുന്നത് കാണുന്നില്ല. എല്ലാ കല്യാണപ്പുരയിലും 6-ാം നമ്പറും തലയെക്കെട്ടും ഇല്ലാത്തൊരു കല്യാണപ്പുര ഉണ്ടാവില്ല. ഇപ്പോൾ ആരും അങ്ങനെ ബുദ്ധിമുട്ടും ഇടങ്ങേറൊക്കെ കൊണ്ട് ആരും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. ഇത് എളുപ്പത്തിൽ കഴിയുന്നൊരു സംഗതിയാണ്. കുറഞ്ഞ ചിലവുകൾ മതി. വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനിയൊക്കെ ഞാനിതിങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്ന് നന്നാക്കി ഉരുട്ടിയെടുക്കണം. കൈയിൻ്റെ അടിയിലിട്ടൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുക. വെറും നമ്മളെ പൂരിൻ്റെ മാതിരി അതേ തന്നെ പരത്തിയെടുക്കുക. പിന്നെ ഇത് പരത്തിയെടുക്കുമ്പോൾ നല്ല നൈസായി പരത്തിയെടുക്കണം. കട്ടി പാടില്ല. അധികം കട്ടിയുണ്ടെങ്കിൽ ഇത് പതായിപ്പോവും. ഇനി ഇത് ഈ അരിപ്പൊടിയും മൈദയിലും കൂടി ഒന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് നന്നാക്കി പരത്തിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി അരിപ്പൊടിയും മൈദയും കൂടി കൂട്ടി വെച്ചത് ഇട്ട് കൊടുക്കുക. ഇത് നന്നാക്കി നൈസാക്കി പരത്തിയെടുക്കണം. കട്ടി പാടില്ല. നമ്മളെ പിന്നെ മടക്ക് കാജയില്ലേ, അതുപോലത്തെ ഒരു രസമുള്ള നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോസും കുറവാണ്. ഇപ്പോൾ
സബ്സ്ക്രൈബറും കുറവാന്ന് നല്ലോണം മുന്നോട്ട് പോയിക്കൊണ്ടുവന്നേനു. ഇപ്പോൾ കുറച്ച് ഞാൻ ഇടാണ്ടൊക്കെ ആയിപ്പോയി, പല ബുദ്ധിമുട്ടുകൾ കാരണം ഞാനിത് ഇടാണ്ടൊക്കെ ആയിപ്പോയി. അങ്ങനെ എനിക്ക് ഒക്കെ കുറഞ്ഞു പോയി. ഇനി ഇത് ഞാനൊക്കെ പരത്തി എടുത്തിട്ട് ഇത് മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മുറിച്ചെടുക്കണം. രണ്ടാക്കി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ പീസ് പീസാക്കി ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ട് അറ്റവും കൂടി എടുത്തിട്ടൊന്ന് ഒട്ടിക്കുക. ഇത്രേ പണിയുള്ളതാ, പെട്ടെന്ന് കഴിയും. ഇതൊക്കെ പീസാക്കി മുറിച്ചെടുക്കുക. പീസാക്കി മുറിച്ചെടുത്തിട്ട് ഒക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. വേഗം കഴിയുന്നൊരു പരിപാടിയാണത്. ഏതൊരറിഞ്ഞുകൂടാത്തവരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയാണത്. വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. വെളിച്ചെണ്ണയിൽ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് കോഴിമുട്ട എന്ന് പറയുന്ന 1 കിലോ പൊടിക്കൊരു കോഴിമുട്ട ഉണ്ടായി കൂട്ടിക്കൂടും. 1 കിലോത്തിലധികം പൊടിയായാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ 1 കിലോത്തിൽ കുറവ് പൊടിയൊക്കെ നമ്മൾ ലേശം പൊടിയൊക്കെ പുരയിൽ ആവശ്യത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിമുട്ട കൂട്ടാത്തതാണ് നല്ലത്. കോഴിമുട്ട കൂട്ടിയാലും കുഴപ്പമില്ല, കൂട്ടിക്കില്ലേലും കുഴപ്പമില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിതിലിപ്പം കോഴിമുട്ട കൂട്ടിയിക്കില്ല. കോഴിമുട്ട കൂട്ടാണ്ടാണ് നല്ലത്. പിന്നെ കൂട്ടുന്നതിന് കുഴപ്പമില്ല. അത് തോനെ പൊടി എടുക്കുമ്പോഴാണ് ഒരു കോഴിമുട്ടയൊക്കെ കൂട്ടുക. ഇത് കുറഞ്ഞതിൽ നമ്മൾ കോഴിമുട്ട കൂട്ടിയാൽ ശരിയാവില്ല. ഒക്കെ ഞാനിങ്ങനെ ഒക്കെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓണാക്കി അതിലേക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രം ഒന്ന് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇത് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ എണ്ണ ഒഴിച്ചാൽ വേഗം വേഗം പൊരിച്ചെടുക്കുക. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണ ഒന്ന് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരത്തി ഒക്കെ ശരിയാക്കി വെച്ച ഈ തലപ്പാവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തലപ്പാവ എന്നും പറയും, തലക്കെട്ട് എന്നും പറയാം. അത് എടുത്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചൊറ നന്നായിട്ട് തന്നെ നടു പിടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. തുമ്പ് പിടിക്കുമ്പോൾ അത് നീണ്ട ചൊക്ക വരിക. കൂടുതലായിട്ട് 2 3 നല്ലോണം ഇട്ട് കൊടുക്കാനേ പറ്റൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഒരിക്കൽ ഉണ്ടാക്കിയത് പിന്നും പിന്നും ഇത് ഉണ്ടാക്കാൻ തോന്നും. പെട്ടെന്ന് എളുപ്പം പണിയും കഴിയും. ഇനിയൊക്കെ അധികം ചോന്ന് പോകരുത്. കൂടുതലായിട്ട് ചോന്ന് പോയാൽ ഒരു കരിഞ്ഞ രസമായിരിക്കും. അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇത് തോനെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് പൊരിച്ചെടുക്കുക. ഞാൻ കുറഞ്ഞ വെളിച്ചെണ്ണ ഒഴിച്ചതിനെ കൊണ്ടിട്ടാണ്. എന്നുവെച്ചാൽ സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ വെച്ച് കൊടുത്തത്. വേഗം ചുവന്നും പോവും. ഞാൻ കൊണ്ട് പെട്ടെന്ന് ഇത് മറിച്ചിട്ടെടുക്കണം. അധികം ചുവന്ന് പോകാൻ നിൽക്കണ്ട. ലേശമൊന്ന് ചുവന്ന് പോയിക്കണ്ടി 2 ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ഇതറിപ്പോയാൽ നീളത്തിലൊക്കെ ആയിപ്പോയി. ഇത് വട്ടത്തിൽ തന്നെ റൗണ്ടിൽ തന്നെ കിട്ടണത്. വേഗം മറിച്ചിട്ടെടുക്കണം. സ്റ്റീലിൻ്റെ പാത്രം അതിനെക്കൊണ്ട് വേഗം മറിച്ചിട്ടെടുക്കണം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് കിട്ടും ഇത്.
ഒക്കെ ഓരോന്നോരോന്നാക്കി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ഒക്കെ പൊരിച്ച് കോരി വെച്ച് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര കനിച്ചെടുക്കണം. ഇതൊക്കെ പൊരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ലേശം പഞ്ചസാര എടുത്തിട്ട് അത് കനിച്ചെടുക്കണം. എന്നെങ്കിൽ ഇത് പഞ്ചസാര കനിച്ചെടുത്തില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. പഞ്ചസാര ആവശ്യമുള്ളവർക്ക് പഞ്ചസാര കനിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ പഞ്ചസാര ഇല്ലാണ്ടും ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അത് പിന്നെ പഞ്ചസാര വേണമെന്നില്ല. ചിലർ പഞ്ചസാര പൊടിച്ചിടുന്നതിൽ നല്ലത് കനിച്ചെടുത്ത് പാരുന്നതാണ്. പഞ്ചസാര ഇല്ലാണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് തിന്നാൻ. പക്ഷേ ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്ത് കനിക്കുന്നുണ്ട്. ഞാനൊരു പാത്രം എടുത്ത് വെക്കുന്നുണ്ട്. ഇത് കുറച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു കപ്പ് പഞ്ചസാര, അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് വെള്ളവും എടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ഞാൻ കുറഞ്ഞ പഞ്ചസാര എടുക്കുന്നുള്ളൂ. ആ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പുമേലേക്ക് വെച്ച് 2 ഏലക്കായും കുത്തി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നാക്കി ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നല്ലോണം തിളപ്പിച്ച് ആ വെള്ളം പറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നൂൽപ്പരുവത്തിലാക്കി എടുക്കണം. കൈമ പറ്റുന്ന രൂപത്തിൽ നല്ലോണം കട്ടിയാക്കി എടുക്കണത്. ഈ പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ചതിലൊക്കെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ഇത് കുറേശ്ശെ 2-3 വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ 2-3 വെച്ചിട്ട് പിന്നും ഒഴിച്ച് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ പഞ്ചസാരയും കൂടിയും കനിച്ച് പാർന്ന്, പഞ്ചസാര കനിക്കുമ്പോൾ ഏലക്കായും കൂടിയും ചേർത്തണം. എന്താണെന്ന് വെച്ചാൽ ഇത് അല്ലാണ്ട് തിന്നാൻ നല്ല രുചിയാണ്. എന്നാലും പഞ്ചസാര ഇട്ടാൽ അതിലും ടേസ്റ്റാണ്. അതുകൊണ്ടാണ്. ഇനി ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക, എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ. എല്ലാവരും ഒന്ന് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. പെട്ടെന്ന് എളുപ്പം കഴിയും. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് കഴിയും. അത് അധികം വെള്ളം പോലെ ആയിപ്പോരുത്. പഞ്ചസാര നല്ലോണം ഉറച്ച് നിൽക്കണം. അതുമേലെ ഇങ്ങനെ പഞ്ചാര കട്ട പോലെ ഉണ്ട്. കണ്ടോ, ഓരോന്നുമ്മലും പഞ്ചാര കട്ട പോലെ ഉണ്ട്. ഇങ്ങനെ കിട്ടണം. നല്ല അടിപൊളി ടേസ്റ്റാണ് അതിന്. നല്ല ഞെരിച്ചലുണ്ട്. കറുമുറാന്നുള്ള ഞെരിച്ചലത്.